റെക്കോർഡാകുമ്പോൾ ഇങ്ങനെ റെഡ് സിഗ്നൽ കാണുന്നുണ്ട്. അത് പോയി. അപ്പൊ നമുക്ക് ഈ സൂര്യന് ഷംസ് എന്ന് പറയും, ചന്ദ്രന് നമ്മളെ ഖമർ എന്നും പറയും. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഷംസ് വരുമ്പോ നക്ഷത്രം പോയി, ഖമർ വരുമ്പോൾ നക്ഷത്രം വന്നു എന്ന് പറയാം. നമുക്കിവിടെ നക്ഷത്രത്തിനല്ല നമുക്കിവിടെ ആവശ്യമുള്ളത്, നക്ഷത്രത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ലാമ്യ ആക്കിയിട്ട് മനസ്സിലാക്കാം. ലാമ്. അപ്പോ ഷംസ് വരുമ്പോൾ ലാമ് പോയി, ഖമർ വരുമ്പോൾ ലാമ് വന്നു എന്ന് പറയാം. ഇവിടെ കാണുന്നത് ഹുറൂഫ് ഷംസിയ. ഇവിടെ കാണുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഏതാണ് ഈ ഹുറൂഫ് ഷംസിയ കാണുന്ന അക്ഷരങ്ങളുണ്ട്? ഇവിടെ അക്ഷരങ്ങൾ മാത്രം സർക്കിൾ ചെയ്ത് കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ലെറ്റേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. താ സാ സാ ദാല് ദാല് റാ സ സ ഷ സ്വാദ് ളാദ് ത്വാ ളാ ല നൂന്. ഓക്കെ. ഇപ്പൊ ഇവിടെ തായിന്റെ അവിടെ തായിന്റെ അവിടെ നോക്കാം. എക്സാമ്പിൾ കൊടുത്ത് കാണാം. തവ്വാബ്, തായിന്റെ അവിടെ. അപ്പൊ താ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് തവ്വാബ്. സിമ്പിൾ ആണ്. താ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് തവ്വാബ്. ആ തായിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ വേർഡിലേക്ക് ഒരു അലിഫ്ലാമിനെ ആഡ് ചെയ്തു. അലിഫ്ലാമാണ് ഒരു അലിഫും ഒരു ലാമും. അപ്പോ അലിഫും ലാമും ആഡ് ചെയ്തപ്പോ എന്ത് ചെയ്തു, ശരിക്ക് അല്ലെ, അൽ തവ്വാബ് എന്നാണ് വരിക. തവ്വാബ് നേരത്തെ ഉണ്ട്, അതിലേക്ക് പിന്നെ പുതുതായിട്ട് ഒരു അലിഫും ലാമും ആണ് കടന്നു വരുന്നത്. അപ്പൊ അൽ തവ്വാബ് എന്നാണല്ലോ വരിക. പക്ഷെ ഇവിടെ അങ്ങനെ അൽ തവ്വാബ് എന്ന് വായിക്കൂല. ആ ലാമ് അവിടെ പോയി, സൈലന്റ് ആയി പോയി. പിന്നെ എങ്ങനെ അത്തവ്വാബ്, ആ കഴിഞ്ഞാൽ പിന്നെ നേരെ താ ആണ്. ലാം അവിടെ വായിക്കുന്നില്ല. അത്തവ്വാബ്. അതാണ് നേരത്തെ പറഞ്ഞത് ഷംസിയായ അക്ഷരങ്ങളെ പ്രത്യേകത. ഇവിടെ കാണുന്നതൊക്കെ ഷംസിയായ അക്ഷരങ്ങളാണ്. ഇതിലേക്കൊക്കെ അലിഫ് ലാം വന്നു കഴിഞ്ഞാല് അവിടെ ആ ലാമിനെ നമ്മൾ റീഡ് ചെയ്യൂല, അത് സൈലന്റ് ആയി പോകും. വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ തവ്വാബ് എന്ന് പറഞ്ഞപ്പോ താഇന് ഷദ്ദ് ഉണ്ടായിരുന്നില്ല. അലിഫ് ലാം ആഡ് ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു, താഇന് ഷദ്ദ് കൊടുത്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനാണ് ഷംസിയായ അക്ഷരങ്ങൾ എന്ന് പറയും. ഹുറൂഫ് ഷംസിയ, സൺ ലെറ്റേഴ്സ്. ഇതിലേക്ക് ഇങ്ങനെ അലിഫ് ലാം വന്നു കഴിഞ്ഞാല് ലാമ് സൈലന്റ് ആയിരിക്കും. ഈ വാക്കിലൊന്ന് പറഞ്ഞു വെക്കാം. സുലുസ് എന്നതിലേക്ക് അലിഫ് ലാം വരുമ്പോ എങ്ങനായി? അസുലുസ് അല്ലെ? ഇങ്ങനെ അസുലുസ് എന്നല്ലായത് അതേപോലെ ദീന് എന്നതിലേക്ക് നമ്മള് അലിഫ് ലാം ആഡ് ചെയ്തപ്പോ അദ്ദീന് എന്നായി. ശരിക്ക് ഈ ശംസിയായ അക്ഷരങ്ങൾ ഇത് മുഴുവൻ കാണാതെ പഠിക്കേണ്ടതാണ്. കാരണം ഇത് ഖുർആനില് മാത്രല്ല, അറബിക് ലാംഗ്വേജിൽ പൊതുവെ വരുന്ന സംഗതിയാണ്. അതിന്റെ ഭാഗമായിട്ട് അത് അറിഞ്ഞിരിക്കണം. ഒന്ന്, മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ
ഈ അക്ഷരങ്ങളൊക്കെ ശംസിയായ അക്ഷരങ്ങളിലേക്ക് അലിഫ്ലാം വരുമ്പോ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളിലേക്ക് അലിഫ്ലാം വരുമ്പോ എങ്ങനെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത് എന്ന് നേരത്തെ നമുക്ക് അറിയുന്നതായിരിക്കും. നമുക്ക് അറിയുന്ന ചില വാക്കുകൾ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് കിട്ടും. ഉദാഹരണത്തിന് തായിലേക്ക് അലിഫ്ലാം വന്നു കഴിഞ്ഞാല് ലാമ് വായിക്കൂ ഇല്ല എന്ന ക്വസ്റ്റ്യൻ അതെങ്ങനെ മനസ്സിലാവും? നമുക്ക് അറിയുന്നതാണ്. നമ്മള് അത്തഹിയാത്തുൽ അല്ലെ, അത്തഹിയാത്ത് ഓതുമ്പോ അത്തഹിയാത്ത് എന്നുള്ള പറയല്. ഇവിടെ ലാമ സൈലന്റ് ആയി. അതേപോലെ ഷീന് നമ്മളെ വശംസി വളുഹാഹ അവിടെ എന്ത് ചെയ്തു? ലാമ പോയി. അപ്പൊ നമ്മള് സാധാരണ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും. കാരണം ആ രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഷംസിയിലുള്ള മറ്റൊരു അക്ഷരം തനൂന്, അവിടെ നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ലാമില്ലാതെയാണ് ഉച്ചരിച്ചത്. അപ്പൊ അതാണ് ഹുറൂഫ് ഷംസിയ എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തത് വളരെ സിമ്പിളാണ്. ഷംസിയ കഴിഞ്ഞാല് അൽ ഹുറൂഫുൽ ഖമരിയ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആകാശത്ത് ഖമർ വന്നു കഴിഞ്ഞാൽ, ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ആകാശത്ത് നക്ഷത്രത്തിനെ കാണാൻ പറ്റും അല്ലെ? അപ്പോ ഈ ഖമറിനാണ്, ആകാശത്ത് ഖമർ വരുമ്പോ നക്ഷത്രത്തിനെ കാണാൻ പറ്റും. നമുക്ക് നക്ഷത്രം എന്നതിന് പകരം ലാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഖമർ വരുമ്പോ ലാം വരും. അപ്പൊ ഖമരിയായ അക്ഷരങ്ങൾ വരുമ്പോ അവിടെ ലാം വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ വേർഡ് തന്നെ, ഫസ്റ്റ് അലിഫ് അല്ലെ? അവിടെ അലിഫ് വന്നപ്പോ അതിലേക്ക് അലിഫ് ലാം ചേർത്തു. അപ്പൊ അൽ അമീൻ കണ്ടോ, അൽ അമീൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ലാം എന്ത് ചെയ്തു? കൃത്യമായി നമ്മൾ ഉച്ചരിച്ചു. രണ്ടാമത്തെ പറയാവോ ബാഇൻ്റെത്? ബാന്റെ എന്താ പറയണ്ടേ? ബായിലേക്ക് അലിഫ് ലാം ചേർത്തിയപ്പോ എങ്ങനെ നമ്മൾ വായിക്കാം? അൽ ബദർ. അൽ ബദർ കണ്ടോ? അപ്പൊ നമ്മളവിടെ ലാം നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഉച്ചരിച്ചു. അതേപോലെ ബാക്കി എല്ലാത്തിനും തന്നെ. ജീമിൻ്റെത് ജസദ്, അവിടെ എങ്ങനെ? അൽ ജസദ്. അല്ല ഉസ്താദ്, ഇവിടെ ജമാഅത്തിന്റെ സമയം ആയി തുടങ്ങിയത്, ഓക്കെ ഓക്കെ. അസറിന്റെ. ആ അപ്പൊ എങ്ങനെ? സാധാരണ ഏകദേശം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാം ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമ്മളെന്താ കറക്റ്റ് 3, അതായത് 4:30 തുടങ്ങിയിട്ട് ഒരു 4:50 വരെ ആക്കാം. അങ്ങനെ ആക്കാം. 4:30 തുടങ്ങിയിട്ട് 3:30 അങ്ങനെ. ഇന്നിപ്പോ 4:45 അതെ, തുടങ്ങിയത്. 4:30 ഇന്ത്യൻ ടൈം നിങ്ങൾ 4:30 തുടങ്ങിയിട്ട് ആ ആ ഒരു 5:40 നിർത്തിയാൽ മതി. ഒരു 50 മിനിറ്റ്. 4:30 തുടങ്ങിയിട്ട് 5:40 അല്ല, 1 അവറിന് മേലാവും. 4:30 to 5:30 1 അവറല്ലേ? അതെ 5:20. അങ്ങനെ 5:20. അതെ അതെ. അങ്ങനെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ അസറായിട്ട് ക്ലാഷ് ആവും. അതെ 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 അതെ. ഞാൻ ഒന്ന് എക്സിറ്റ് എടുക്കട്ടെ എന്നാ. ആയിക്കോട്ടെ. അസ്സലാമു. അപ്പൊ ഇവിടെ
ഖമരിയായ അക്ഷരങ്ങളില് ഈ ലാം ഉച്ചരിക്കും, ഷംസിയില് ഈ ലാം ഉച്ചരിക്കൂല. ഖമരിയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, ബാ, ജീമ്, ഹ, ഖ, ഐന്, ഗൈന്, ഫ, ഖാഫ്, കാഫ്, മീമ്, ഹ, വാവ്, യാ. ഇതാണ് ഖമരിയായ അക്ഷരങ്ങൾ. ഈ ഖമരിയായ അക്ഷരങ്ങളില് എന്തില്ല? അലിഫ് ലാം വന്നു കഴിഞ്ഞാല് നമ്മളവിടെ ലാമിന് ഉച്ചരിക്കും. അപ്പൊ ഷംസിയും പറഞ്ഞു, ഖമരിയും പറഞ്ഞു. ഇനി ഇത് ഖുർആൻ റീഡിങ്ങില് മറ്റൊരു എളുപ്പ വഴി നമുക്ക് ഖുർആൻ പാരായണത്തിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറയാം. പെട്ടെന്ന് എങ്ങനെ ഇത് ഷംസിയാണോ ഖമരിയാണോ, ഇവിടെ ലാമ് വായിക്കണോ വേണ്ടേ, അതൊക്കെ ഇപ്പൊ എങ്ങനെ മനസ്സിലാവുക എന്ന്. അതിന് ഖുർആനിലെ അലിഫ് ലാമ് വന്നോടുത്ത് ലാമ് വായിക്കേണ്ട സ്ഥലങ്ങളില് എന്ത് ചെയ്തിട്ടുണ്ടാവും? ലാമിന് സുക്കൂൻ കൊടുത്തിട്ടുണ്ടാവും. ലാമ് വായിക്കേണ്ടതില്ലാത്ത സ്ഥലത്ത് ലാമിന് സുക്കൂൻ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ലാമിന് സുക്കൂൻ കൊടുത്തോടത്ത് ലാമ് വായിക്കാം, സുക്കൂൻ ഇല്ലാത്തിടത്ത് ലാമ് വായിക്കണ്ട. ഇവിടെ നമുക്ക് ഇവിടെ തന്നെ കാണാം, അൽഹംദു എന്നുള്ളിടത്ത് ലാമിന് സുക്കൂൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ലാമ് വായിക്കണം. തൊട്ട് താഴെ അർ-റഹ്മാനി എന്നുള്ളിടത്ത് ലാമിന് സുക്കൂൻ കൊടുത്തിട്ടില്ല, അപ്പൊ ലാമ് വായിക്കണ്ട. ഇവിടെ ലാമ് വായിക്കാത്ത എന്തുകൊണ്ടാ? റാ ഷംസിയ ആയതുകൊണ്ട്. അൽഹംദുലില്ലാ ലാമിനെ വായിച്ചത് എന്തുകൊണ്ടാ? ഖമരി ആയതുകൊണ്ട്. അപ്പൊ അതിനെ കാണാൻ പറ്റും, ഉണ്ടോ? ദീ, അവിടെ ലാമിന് സുക്കൂനില്ല, ലാമ് വായിക്കണ്ട, കാരണം ദാല് ഷംസിയാണ്. റബ്ബിൽ ആലമീൻ, ലാമിന് സുക്കൂനുണ്ട്, ലാമ് വായിക്കണം. എന്തേ കാരണം? അതിന് ഖമരിയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ലാമുകൾക്ക് സുക്കൂൻ ഉണ്ടോ നോക്കുക. സുക്കൂൻ ഉണ്ടെങ്കിൽ അത് വായിക്കുക, ഇല്ലെങ്കിൽ അത് വായിക്കണ്ട. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റില്ലാതെ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. എന്താണ് അതിന്റെ മാനദണ്ഡം എന്നുള്ളത് നേരത്തെ പറഞ്ഞു നമ്മള്. എന്താണ്? ചില സ്ഥലങ്ങളിൽ വായിക്കുന്നു, ചില സ്ഥലങ്ങളിൽ വായിക്കുന്നില്ല. എന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഒന്ന് ഉൾക്കൊള്ളണം, ആ അക്ഷരങ്ങൾ പഠിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിൽ വായിക്കുമ്പോൾ ഇതേപോലെ ഒരു സിമ്പൽ ഉണ്ടാവൂല. ശരിക്കും അറബി ഭാഷയിൽ എന്തില്ല? ഹറക്കത്തുകളില്ല. ഹറക്കത്തുകൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഒറിജിനൽ ഇപ്പം പഴയ കാലത്തെ മുസ്ഹഫുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊന്നും ഹറക്കത്ത് കൊടുത്തതായിട്ട് കാണാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നും. നമ്മൾ ഷംസിയ്യ, ഖമരിയ്യ്, അതുപോലെ അനുബന്ധമായ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് അതിൽ വരും. ചില സമയങ്ങളിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, ഇങ്ങനെ പെൻഡിങ് കിടക്കും. ഇൻഷാ അല്ലാഹ് ഇന്നോട് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم. السلام عليكم.